ഗവൺമെൻറ് ഹാർബർ ഏരിയ LP സ്കൂളിൻ്റെ 54ാമത് വാർഷിക ആഘോഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പടിഞ്ഞാറൻ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ വിജ്ഞാന വെളിച്ചവും തലമുറകൾക്ക് ആദ്യാക്ഷരമാധുര്യവും പകർന്നു നൽകിയ ഗവൺമെൻറ് ഹാർബർ ഏരിയ LP സ്കൂൾ അതിൻ്റെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന തരത്തിൽ 54ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഒരു ഗ്രാമത്തെയാകെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഗവൺമെൻറ് ഹാർബർ ഏരിയ LP സ്കൂൾ വിഴിഞ്ഞം ഗ്രാമപ്രദേശത്തിൻ്റെ ഹൃദയത്തുടിപ്പിന് താളം പകർന്ന് വിജ്ഞാനദാഹത്തിന് കുളിരേകി, കലാസപര്യയ്ക്ക് മിഴിവേകി, ഗ്രാമസൗന്ദര്യത്തിന് നിറം പകർന്ന് നമ്മുടെ കൊച്ചു വിദ്യാലയം ഈ പ്രദേശത്തിൻ്റെ നിറദീപമായി തെളിഞ്ഞു നിൽക്കുകയാണ്. ഒരു നാടിനെ, ഒരു ജനതയെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഈ വിദ്യാലയം അതിൻ്റെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന തരത്തിൽ 54ാം വാർഷികം ആഘോഷിക്കുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ കടലോര പ്രദേശമാണ് വിഴിഞ്ഞം. ഈ പ്രദേശം കൂടുതലായി അറിയപ്പെടുന്നത് പുരാതന വാണിജ്യ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിലാണ്. നഗരത്തിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരത്തായി ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നു. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തിനടുത്താണ് വിഴിഞ്ഞം. പണ്ട് 1000 രാജാക്കന്മാരുടെ തലസ്ഥാനവും സൈനിക കേന്ദ്രവും തുറമുഖ നഗരവുമായിരുന്നു വിഴിഞ്ഞം. ഇവിടെ ആദ്യമായി പാണ്ഡികശാല കെട്ടിയത് ഡച്ചുകാരാണ്. പിന്നീട് ചോള രാജാക്കന്മാരിൽ രാജരാജ ചോളൻ്റെ കൈവശം വിഴിഞ്ഞം എത്തി. അക്കാലത്ത് ദക്ഷിണ ഭാരതത്തിൽ വാണിജ്യ കേന്ദ്രം തുറക്കുവാൻ ഇതുപോലുള്ള ഒരു തുറമുഖം അവിഭാജ്യ ഘടകമായിരുന്നു. അതിനായി അന്നത്തെ തമിഴ് ഭരണാധികാരികളും കേരള ഭരണാധികാരികളും പലവട്ടം ഏറ്റുമുട്ടി. രാജരാജ ചോളൻ്റെ രാജ്യമായപ്പോൾ അദ്ദേഹം ഈ നഗരത്തിന് രാജേന്ദ്ര ചോളപട്ടണം എന്ന് നാമകരണം ചെയ്തു. പിന്നീട് പാണ്ഡ്യ രാജാക്കന്മാരുടെയും വേണാടിൻ്റെയും ഒടുവിൽ തിരുവിതാംകൂറിൻ്റെയും ഭാഗമായി നമ്മുടെ വിഴിഞ്ഞം. തുറമുഖത്തിൻ്റെ അവകാശത്തിനായി 7ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ വിഴിഞ്ഞം തീരത്ത് വച്ച് ചോള പാണ്ഡ്യ യുദ്ധം നടന്നു. പ്രാചീനമായ വിഴിഞ്ഞം ഗുഹാക്ഷേത്രങ്ങൾ ഇന്നും തിരുശേഷിപ്പായി നിലനിൽക്കുന്നുണ്ട്. 17ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന മുസ്ലിം പള്ളി പ്രശസ്തമാണ്. ജില്ലയിലെ പ്രമുഖ മത്സ്യബന്ധന തുറമുഖമാണ് ഇത്. കടലിലെ അപൂർവ മത്സ്യങ്ങളുടെയും ജീവികളുടെയും ശേഖരമുള്ള മറൈൻ അക്വേറിയവും കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ലൈറ്റ് ഹൗസ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയും ഇവിടെയുണ്ട്. കേരള സീ ഫുഡിൻ്റെ ഒരു ഹബ്ബായി വിഴിഞ്ഞം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് അറബിക്കടലിൽ നിർമ്മാണം നടന്നുവരികയാണ്. വർഷങ്ങളായി നാം ഒരുമിച്ച് കണ്ട വികസന സ്വപ്നം വിഴിഞ്ഞത്ത് കപ്പലേറി നങ്കൂരമിട്ടത് ഈ അടുത്താണ്. തുറമുഖം പ്രവർത്തിപ്പിക്കുവാനുള്ള ക്രെയിനുമായി എത്തിയ ഷിൻഹുവ എന്ന ചൈനീസ് കപ്പൽ ഈ അടുത്ത് വിഴിഞ്ഞത്തെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. വിഴിഞ്ഞം ഹാർബർ ഏരിയ LP സ്കൂളിൻ്റെ ഭൂതകാലത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അലയടിച്ചുയരുന്ന അറബിക്കടലിൻ്റെ തീരത്ത് കോവളം വിനോദസഞ്ചാര കേന്ദ്രത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഇടയിൽ മത്സ്യത്തൊഴിലാളികളായ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് ഗവൺമെൻറ് ഹാർബർ ഏരിയ LP സ്കൂൾ വിഴിഞ്ഞം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 63ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വിദ്യാലയം നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലെ ബാലരാമപുരം ഉപജില്ലയിൽ ഉൾപ്പെട്ടതാണ്. നിരക്ഷരരും പട്ടിണിപ്പാവങ്ങളുമായ ഇവിടുത്തെ ജനങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി വിഴിഞ്ഞം തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് 50 സെന്റ് ഭൂമി ദാനം ചെയ്തുകൊണ്ട് 1968 നമ്മുടെ ഈ വിദ്യാലയത്തിന് രൂപം നൽകി. 1970 സർക്കാർ ഏറ്റെടുത്തുവെങ്കിലും
ഓലമേഞ്ഞ ക്ലാസ് മുറികളിൽ തന്നെയായിരുന്നു 1982 വരെയും ഈ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ കാട്ടുപള്ളിക്കൂടം എന്നാണ് പ്രദേശവാസികൾ സ്കൂളിനെ വിശേഷിപ്പിച്ചിരുന്നത്. കാടുമൂടി കിടക്കുന്നതിനാലും മലവിസർജനത്തിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന പ്രദേശമായതിനാലുമാണ് കാട്ടുപള്ളിക്കൂടം എന്ന വിളിപ്പേര് ഉണ്ടായത്. വിഴിഞ്ഞം തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സ്ഥാപിച്ച് സർക്കാരിന് കൈമാറി ഓലഷെഡിൽ പ്രവർത്തിച്ചു വന്ന ക്ലാസ് മുറികൾക്ക് ശാപമോക്ഷമുണ്ടാകുന്നത് 1982 പണി ആരംഭിച്ച ഇരുനില കെട്ടിടം പൂർത്തിയാകുന്നതോടെയാണ്. ഈ കെട്ടിടം ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അക്കാലത്തെ ജമാഅത്ത് പ്രസിഡന്റായിരുന്ന ഷമ്മുൻ സാഹിബും സാമൂഹ്യ പ്രവർത്തകൻ ഹബീർ കണ്ണിനെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ശ്രീ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്താണ് നാട്ടുകാരുടെ കൂടെ ശ്രമഫലമായി ഈ നേട്ടം കൈവന്നത്. 1990കളുടെ അവസാനത്തിൽ പലരുടെയും ശ്രമഫലമായി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടവും തൊട്ടടുത്തു തന്നെ SSKയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച CRCയുടെ ഒരു ക്ലാസ് മുറിയും നിർമ്മിക്കപ്പെട്ടു. 2012-13 കാലഘട്ടത്തിൽ കോവളം MLA ശ്രീമതി ജമീല പ്രകാശത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിലവിൽ സ്കൂളിൻ്റെ ഭക്ഷണ ഹാൾ ഉൾക്കൊള്ളുന്ന കെട്ടിടത്തിൻ്റെ താഴത്തെ നില പണി കഴിപ്പിച്ചു. ഈ 2 കെട്ടിടവും ശ്രീമതി നിസ ബീവി കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്ന 2015-20 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. അതോടൊപ്പം ക്ലാസ് മുറികൾ ടൈൽ വിരിച്ച് മനോഹരമാക്കി. അപ്പോഴേക്കും 1982കളിൽ നിർമ്മിച്ച കെട്ടിടം സുരക്ഷിതമല്ലാതാവുകയും കാലപ്പഴക്കം കൊണ്ട് നശിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. 2018 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള അദാനി ഫൗണ്ടേഷൻ ഇരുനില കെട്ടിടം നിർമ്മിച്ചു നൽകി സ്കൂൾ മനോഹരമാക്കി. 2014 മുതൽ മോഡൽ സ്കൂൾ എന്ന പദവി നമ്മുടെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. ശുചിമുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ചുറ്റുമതിൽ, CCTV, വിവിധ ലാബുകൾ, മനോഹരമായ ക്ലാസ് മുറികൾ, സ്കൂൾ ബസ്, ഇന്റർലോക്ക് പാകിയമുറ്റം, കളിസ്ഥലം എന്നിവയോടുകൂടി തലയുയർത്തി നിൽക്കുകയാണ് ഗവൺമെൻറ് ഹാർബർ ഏരിയ LP സ്കൂൾ. LSS പരീക്ഷ, വിവിധ ടാലൻ്റ് സെർച്ച് പരീക്ഷകൾ, കലാകായിക മേളകൾ, ITGK ആൻഡ് കളറിംഗ് കോമ്പറ്റീഷൻസ് എന്നിവയിൽ മികച്ച വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് ആകുന്നുണ്ട്. ബാലരാമപുരം ഉപജില്ലാ കലോത്സവത്തിൽ, വിശിഷ്യ അറബിക് കലോത്സവത്തിൽ വർഷങ്ങളോളം തുടർച്ചയായി 1ാം സ്ഥാനം നിലനിർത്താൻ നമ്മുടെ സ്കൂളിന് ആയിട്ടുണ്ട്. രണ്ടായിരത്തി 23-24 അധ്യയന വർഷത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. പ്രൈമറി ക്ലാസ്സുകളിലായി 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. LP വിഭാഗത്തിൽ 11 അധ്യാപകരും പ്രൈമറി വിഭാഗത്തിൽ 4 അധ്യാപകരും 2 ആയമാരും 2 പാചക തൊഴിലാളികളും ഒരു പാർട്ട് ടൈം സ്വീപ്പറുമാണ് നമ്മുടെ സ്കൂളിലുള്ളത്. സ്കൂളിൻ്റെ ഭരണത്തിന് സാരഥ്യം വഹിക്കുന്നത് ആരാധ്യനായ ഹെഡ് മാസ്റ്റർ ബൈജു സാറാണ്. പ്രൈമറി വിഭാഗത്തിന് 4 ഡിവിഷനുകളുണ്ട്. LKG Aയിലെ കലപിലക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് രഹിന ടീച്ചറാണ്. LKG B ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് നിസ ബീവി ടീച്ചറാണ്. UKG A ഡിവിഷനിൽ ലജി ടീച്ചർ അധ്യാപനം നടത്തുന്നു. UKG B ഡിവിഷനിൽ അനിത ടീച്ചർ പഠിപ്പിക്കുന്നു. ഒന്നാം ക്ലാസ് A ഡിവിഷനിൽ രജി ടീച്ചർ പഠിപ്പിക്കുന്നു.
1-ാം ക്ലാസ് ബി ഡിവിഷനിലെ കുരുന്നുകൾക്ക് ഷീബ ടീച്ചർ വിദ്യ പകർന്നു നൽകുന്നു. രണ്ട് എയിലെ ക്ലാസ് അധ്യാപകൻ ശ്രീകുമാർ സാറാണ്. രണ്ട് ബിയിൽ ജഡ്സൺ സാർ പഠിപ്പിക്കുന്നു. മൂന്ന് എയിലെ ക്ലാസ് നിയന്ത്രിക്കുന്നത് സെന്തിൽ സാറാണ്. മൂന്ന് ബിയിൽ ജോലാൽ സാർ അധ്യാപന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നു. നാല് എയിലെ ക്ലാസ് അധ്യാപിക ബിന്ദു ടീച്ചറാണ്. നാല് ബിയിലെ പഠന പ്രക്രിയ നിയന്ത്രിക്കുന്നത് ബ്യൂല ടീച്ചറാണ്.